പാലാ നഗരസഭയിൽ നിർണായക ശക്തിയാകാൻ പുളിക്കക്കണ്ടം ഫാമിലി LDF-നും UDF-നും കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ഭരണത്തിൽ പുളിക്കക്കണ്ടം ഫാമിലി നിർണായകമാകും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ മൂന്ന് പേരും സ്ഥാനാർത്ഥികളാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതായത് തുല്യമായി നഗരസഭ വരുന്നു, അവിടെ നിർണായക ശക്തികളായി മൂന്ന് പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിക്കുമോ? അതൊക്കെ സാധ്യമാണോ എന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ നടക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ തന്നെ നടന്നിരിക്കുന്നു. ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല, എതിരാളികൾ പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല ഇങ്ങനെ ഒരു വിജയം. എന്തായാലും പാലാ നഗരസഭയിൽ നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ് പുളിക്കക്കണ്ടം ഫാമിലി. ആദ്യം തന്നെ നമുക്ക് ബിനു പുളിക്കക്കണ്ടത്തോട് ചോദിക്കാം, എന്താണ് ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക് പാലാ നഗരസഭ മാറാനുള്ളൊരു കാരണം? അത് തന്നെ ആദ്യം ചോദിക്കാൻ. മാറ്റത്തിലേക്ക് ഒന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ മൂന്നുപേര് ജയിച്ചതാണോ? അല്ല, പാലാ നഗരസഭ തന്നെ മാറിയില്ല. അത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ പരാജയമുണ്ട്. പിന്നെ അവർ മുമ്പോട്ട് വെച്ച ആശയങ്ങളിലെ പാളിച്ചകളുണ്ട്. അതൊക്കെ ആയിരിക്കാം അവർ നിലവിലെ ഭരണസമിതി നഗരസഭ നിലവിൽ വന്ന 1952 മുതൽ ഭരണത്തിന്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഭരണം നിയന്ത്രിച്ചിരുന്നവരെ ജനം തിരസ്കരിച്ചു. അതാണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പൊ ജോസ് കെ മാണിയെ വിമർശിച്ചതിനാണ് CPM പുറത്താക്കിയത് താങ്കളെ. ആ സാഹചര്യം, അന്ന് താങ്കൾക്ക് ലഭിക്കേണ്ട നഗരസഭാ ചെയർമാൻ സ്ഥാനം അതിനെ തടയിട്ടു എന്നുള്ളതായിരുന്നു ഒരു പ്രധാനമായിട്ട് വന്ന ഒരു അലിഗേഷൻ. അതായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഒരു ചെയർമാനാകാനുള്ള നഗരസഭ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അന്നത്തെ അതിനുള്ള ഒരു മധുര പ്രതികാരമാണോ ഇത്? മധുര പ്രതികാരം എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, പ്രതികാരം വീട്ടാനുള്ളത് തന്നെയാണ്. അതിൻ്റെ അകത്ത് തർക്കമില്ല. പക്ഷെ ഞങ്ങൾ ഈ ഒരു വിജയത്തെ ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ വാർഡിലെ ജനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയം പൂർണ്ണമായി അംഗീകരിച്ചു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും ഇതുപോലെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ചോദിക്കട്ടെ, ഇതിനോടകം ഇപ്പൊ 3 പേര് നിങ്ങൾ ജയിച്ചു, നിർണായക ശക്തിയെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സമീപിച്ചോ? 2 മുന്നണികൾക്കും സമീപിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും സമീപിച്ചു? 100% 2 കൂട്ടരും സമീപിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ക്രിയാത്മകമായ ഒരു ചർച്ചയിലേക്ക് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആലോചിച്ചില്ല. 2 കൂട്ടരും ഇന്നലെ തന്നെ ബന്ധപ്പെട്ടു. അതായത് LDF എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് M ആണ്, ജോസ് കെ മാണിയും കൂട്ടരുമാണ്. അവരെ അടക്കം സമീപിച്ചു എന്നാണ് പറയുന്നത്. അല്ല, ജോസ് കെ മാണി സമീപിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ ഒരു സംവിധാനത്തിൽ നിന്ന്, ആ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ സമീപിച്ചു. ബന്ധപ്പെട്ടു, സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ